ഡൽഹിയിൽ പണി കഴിപ്പിച്ച മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 30 കോടി ചെലവിട്ട് ആധുനിക സൗകര്യത്തോടെ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഖാ-ഇ-ദേ മില്ലത്ത് സെന്റർ എന്ന് അറിയപ്പെടും. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ ഇന്ത്യ സഖ്യ നേതാക്കളും പങ്കെടുക്കും. അഞ്ച് നിലകളിലായിട്ടാണ് ഖാ-ഇ-ദേ മില്ലത്ത് സെന്റർ ദരിയാഗഞ്ചിൽ പണികഴിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണം രാജസ്ഥാനിൽ നിന്നുള്ള ചുവന്ന കല്ലുകൾ ഉപയോഗിച്ച് 3 വശങ്ങളുള്ള ലഞ്ചിക്കുലാർ ഹസാഡാണ് കെട്ടിടത്തിന്റെ പ്രധാന ആകർഷണം. 10 സെക്കൻഡിലൊരിക്കൽ ചലിക്കുന്ന ഹസാഡിൽ ദേശീയ പതാക, മുസ്ലിം ലീഗിന്റെ പാർട്ടി പതാക, ഓഫീസ് അഡ്രസ് എന്നിവ തെളിയും. ഇതിനു പുറമെ യോഗങ്ങളും മറ്റു പരിപാടികളും നടത്തുന്നതിനുള്ള ചെറുതും വലുതുമായ നിരവധി ഹാളുകളും വർക്ക് സ്പേസുകളും കെട്ടിടത്തിലുണ്ട്. പാർട്ടി രൂപീകരിച്ച് 78ാം വർഷത്തിൽ ദേശീയ ആസ്ഥാനം ചെന്നൈയിൽ നിന്ന് ദില്ലിയിലേക്ക് മാറുമ്പോൾ ലീഗിന്റെ മനസ്സിലുള്ളത് വലിയ ലക്ഷ്യങ്ങൾ. കേരളത്തിനും തമിഴ്നാട്ടിനും പുറത്തേക്ക് പാർട്ടിയുടെ പ്രാതിനിധ്യം വളർത്തുക, കരുത്തുകൂട്ടുന്ന ഇന്ത്യ മുന്നണിയിലെ മുന്നണി പോരാളിയാവുക. ഓരോ മുസ്ലിം ലീഗുകാരൻ്റെയും പങ്കാളിത്തം എന്ന് തന്നെ പറയാം ഈ ഓഫീസ് നിർമ്മാണത്തിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ കമ്മിറ്റി ഓഫീസിനും ആ ഒരു പങ്കാളിത്തം വേണം എന്ന് നാഷണൽ കമ്മിറ്റി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് തന്നെ ഞങ്ങൾ തുറന്നു കൊടുക്കുകയും അത് വലിയ വിജയമായി മാറുകയും ചെയ്തു. ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം മുസ്ലിം ലീഗിന്റെ സാമൂഹിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ, നിയമസഹായ പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് ശ്രമം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.